ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ അടിമുടി മാറ്റങ്ങളുമായി ട്രംപിന്റെ നീക്കം. വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നതിന്റെ ആശ്വാസത്തിനിടെയാണ് ട്രംപിന്റെ പുതിയ ചരട് നീക്കങ്ങൾ. ഇസ്രയേൽ തടവിലാക്കിയ പലസ്തീൻ തടവുകാർക്ക് പകരമായി ഹമാസ് ഗാസയിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കുന്നത് പുരോഗമിക്കുകയാണ്. ജനുവരി 20-ന് താൻ പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ഗാസയിൽ ഹമാസ് ബന്ദികളാക്കിയവരെ വിട്ടയച്ചില്ലെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. മാത്രമല്ല, വെടിനിർത്തലിന് ശേഷവും ഇസ്രയേലിന് 2000 പൗണ്ട് ബോംബുകൾ നൽകാൻ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനവുമുണ്ട്. അതായത്, ഇസ്രയേലിന് ബോംബുകൾ നൽകാൻ മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഏർപ്പെടുത്തിയ നിയന്ത്രണം ഒഴിവാക്കാൻ ട്രംപ് US സൈന്യത്തിന് നിർദ്ദേശം നൽകിയതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഗാസയിലെ കൂട്ടക്കൊലയിൽ ആശങ്കപ്പെട്ടാണ് ബൈഡൻ നേരത്തെ ബോംബ് വിതരണം നിർത്തലാക്കിയത്. ഇതുകൂടാതെ നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കെതിരെ നടപടി ആരംഭിച്ചിരിക്കുകയാണ് അധികാരികൾ. ഇതുവരെ 538 നിയമവിരുദ്ധ കുടിയേറ്റക്കാരെ അറസ്റ്റ് ചെയ്തതായി വൈറ്റ് ഹൌസ് പ്രസിഡന്റ് സെക്രട്ടറി അറിയിച്ചു. കൂടാതെ നിരവധി അനധികൃത കുടിയേറ്റക്കാരെ സൈനിക വിമാനം വഴി കയറ്റിവിട്ടെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിനിടയിൽ ട്രംപ് വാഗ്ദാനം ചെയ്ത ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തൽ പുരോഗമിക്കുകയാണെന്നും വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുന്നുവെന്നും അവർ പറയുന്നു. അതേസമയം അറസ്റ്റ് ഭീഷണിയുള്ളതിനാൽ കാലിഫോർണിയ, ഷിക്കാഗോ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ കുടിയേറ്റക്കാരിൽ പലരും ജോലിക്കെത്തിയില്ലെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. അമേരിക്കയിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗം അനധികൃത കുടിയേറ്റക്കാരാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.